ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ ഞങ്ങളിന്ന് ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീനാണ്. അപ്പൊ അതാ ചെറിയ ചെമ്പല്ലിയും കുറച്ച് മത്തിയും വാങ്ങിയിട്ടുണ്ട്. വളരെ ചെറുതാണ്. അപ്പൊ എല്ലാവരും പറയില്ലേ നമ്മൾ മീന് ചെറുത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ ചെറിയ മീനില് ഇതാ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് ഇളക്കി വെക്കുകയാണ്. എന്നിട്ട് ഞങ്ങള് രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് നന്നാക്കുക. അപ്പൊ നന്നാക്കുമ്പോ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം. ആ സമയത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പൊ മീനൊക്കെ ഉപ്പിട്ടിട്ട് എന്താ പറയാ, 1 മണിക്കൂർ, 1.5–2 മണിക്കൂർ ആവാറായി. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മീൻ നന്നാക്കാൻ ഇരിക്കുകയാണ്. എന്താ ചെളുക്കൊക്കെ ഇതാ വേഗം പോണുണ്ട്. കൈ കൊണ്ട് ആക്കുമ്പോ തന്നെ പോണുണ്ട്. കത്തി വെച്ചിട്ട് വേഗം ശരിയാക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യം കൂടി ചെയ്യാതെ തലയില്ലേ, എല്ലാ മീനിന്റെയും തലയൊക്കെ ആദ്യം കളയുക. എന്നിട്ട് അപ്പൊ പിന്നെ വാലും 2 ചെതമ്പലും നന്നാക്കാൻ വേഗം എളുപ്പമാവും. അപ്പോഴും വേഗം മീൻ നന്നാക്കാൻ ചെറിയ മീനുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങള് നടക്കാൻ പോകുമ്പോ അങ്ങനെ മീനും വാങ്ങിയിട്ട് വന്നതാണ്. ചിക്കൻ വാങ്ങാന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് ഓർമ്മ വന്നത് നന്ദേട്ടന്റെ തറവാട്ട് അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനാണ് ചൊവ്വാഴ്ച. അപ്പോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാളേക്ക് കഴിയില്ല. 3 ദിവസം കഴിച്ചാലാണ് കഴിയുള്ളൂ. നന്ദേട്ടൻ ചിക്കൻ കഴിക്കില്ല, ഞാനും മോനും മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ മീൻ വാങ്ങിയതാണ്. അപ്പൊ മീൻ നന്നാക്കിയിട്ട് ഇത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഈ പാത്രത്തിലിട്ടിട്ട് തിരുമ്പി കഴുകി കഴിഞ്ഞു. അപ്പൊ അതാ മീനൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മത്തിയും ചെമ്പല്ലിയും കുറച്ചെടുത്തിട്ട് വറക്കണം. കുറച്ച് മത്തി എടുത്തിട്ട് മീൻപുളിയും വെക്കണം. ഞങ്ങളുടെ ഇവിടെ മീൻപുളി എന്നാണ് പറയുക. മീൻപുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കട്ടി ഉണ്ടാവില്ല, വെള്ളം പോലെയാണ്. അമ്മമ്മ പണ്ട് വെച്ചിരുന്നതാണ്. അമ്മമ്മക്ക് പറഞ്ഞാൽ ഭയങ്കര കൈപ്പുണ്യാണ്. അമ്മമ്മ ഇപ്പൊ ഇല്ല കേട്ടോ. മുന്നേക്കെ അമ്മ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം, പറഞ്ഞാൽ നല്ല രസം ഉണ്ടാവുക. ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ അതിന് മീൻപുളി എന്ന് പറയും. ഞാൻ മീൻ കറിയും വെക്കലുണ്ട്, പുളിയും വെക്കലുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പുളിയാണ് വെക്കുന്നത്. ഒരു പൂച്ച ഇവിടെ കിടന്നിട്ട് എന്റെ കാലിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പക്ക് പേടിയായിട്ടാണ് ഞാൻ ഇങ്ങനെ മാറുന്നത്. പൂച്ച മീനിന്റെ മണം കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. വീഡിയോ എല്ലാവരും കാണുക, എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.